പ്രശ്നമായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതേപോലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് വാട്സപ്പ്, ടെലിഗ്രാം ചാറ്റിങ് എല്ലാം ഞാൻ കാണുന്നത്, ഗൂഗിൾ പ്ലേ സ്റ്റോറി, കാരണം എല്ലാം ഞാനങ്ങനെ കണ്ടിട്ട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റണില്ല. ഞാൻ വേഗം ഓടിപ്പോയി എൻ്റെ ഫ്രണ്ടിനെ അനീഷേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നെഞ്ചൊക്കെ ഇങ്ങനെ വിറക്കി, എനിക്കൊന്നും പറയാൻ പറ്റണില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കായി എൻ്റെ ഒരു അവസ്ഥ. എന്നിട്ട് ഞാൻ അവളോട് ഇത് കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നീ സങ്കടപ്പെടല്ലേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നീ ഒരിക്കലും സങ്കടപ്പെടരുത്. അവൾ എന്നെ വിളിച്ച് ഇങ്ങനെ എപ്പോഴും വിളിക്കും, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെയായി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ടും ഞാൻ എൻ്റെ വീട്ടുകാരോടൊന്നും പറയാനൊന്നും നിന്നില്ല. പിന്നെ ഞാൻ ഇവരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ പേരിൽ ഈ വ്യക്തി ലോണൊക്കെ എടുത്തിട്ട് എവിടെ ലോണ് കിട്ടണില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മേൻ്റെ പേരിലും ഈ വ്യക്തി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പാവം തോന്നി. കാരണം ഇവൻ്റെ അമ്മയ്ക്കും ഈ എക്സ് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും ലോണൊന്നും വെച്ചിട്ട് ലോൺ കിട്ടണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ലോൺ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഒരു 18,000 രൂപ തരുമോ, അതായത് എക്സ് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു പാവം, നമ്മളെ അമ്മയല്ലേ വിചാരിച്ചു. എന്നിട്ട് എക്സ് ഹസ്ബൻഡിൻ്റെ അമ്മേനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ലോൺ കിട്ടിയെന്ന് ഞാൻ 18,000 രൂപ നിങ്ങൾക്ക് തരാം, നിങ്ങളത് നിങ്ങൾക്ക് ലോൺ കിട്ടുമ്പോൾ തിരിച്ച് തരണേ. എൻ്റെ അനിയന് അന്ന് എൻ്റെ അനിയൻ ഡിഗ്രിക്ക് പഠിക്കുക, എൻ്റെ അനിയന് ഫീസ് അടയ്ക്കാനുള്ള പൈസയാണ് പറഞ്ഞു. അപ്പോൾ ഇവരമ്മ പറഞ്ഞു, ആ തരും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തരുന്ന ഉറപ്പല്ലേ ചോദിച്ചു, കോൾ വിളിച്ചിട്ട് ചോദിക്കണേ. ആ തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചതിക്കരുത് കേട്ടോ അമ്മ പറഞ്ഞു. ആ തരും പറഞ്ഞു. അതിൽ അങ്ങനെ 18,000 രൂപ ഞാൻ ഇവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. പക്ഷേ ഇവരെ അമ്മേൻ്റെ ലോണൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇവരെ അമ്മ അത് തരുന്നതായിരുന്നു ഞാൻ വിശ്വസിച്ചില്ല. കാരണം എൻ്റെ അമ്മ എന്നിട്ട് എന്തായിരുന്നു, വേറെ ആരുടെ കയ്യിൽ നിന്ന് തിരിച്ചിങ്ങാണ്ട്, അമ്മേൻ്റെ അനിയത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചിങ്ങാണ്ട് എൻ്റെ അനിയൻ്റെ ഫീസ് അടച്ചു. അപ്പോഴും എനിക്ക് ഇവൻ്റെ അമ്മേനോട് പാവം തോന്നിയതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തതേ. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ഇങ്ങനെ ഈ അഫെയറും കാര്യങ്ങളൊക്കെ ഞാനതൊക്കെ മറന്നതായി. പിന്നെ ഇതേപോലെ കുഞ്ഞിനെ നോക്കില്ല, കുടുംബം നോക്കാതെ എന്നെ നോക്കാതെ ഇപ്പം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം, എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണണമെന്നാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും ഞാനത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഇതൊക്കെ നമ്മളെ ഇടയിൽ വേണം, നമുക്കൊരു കുഞ്ഞുള്ളതല്ലേ, നമുക്ക് ആ കുഞ്ഞിനെ നോക്കി മുന്നോട്ട് പോയാൽ പോരെ, നമ്മളെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ഉണ്ട്, ആ കുഞ്ഞിനെ ഇതൊന്നും ബാധിക്കരുത് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് പിന്നെ നിന്നു. പിന്നെ ഞാൻ ഇതേപോലെ ഫോണിൽ ഇങ്ങനെ കണ്ട്, അപ്പോഴേക്ക് മനസ്സിലായി ഇത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല എന്നുള്ള. കാരണം അങ്ങനത്തെ ഇതാണ് കുറേ ഞാൻ കണ്ടത്. അപ്പോഴേക്കും പിന്നെ മനസ്സിലായി. ഇപ്പം ഞാൻ ഒന്നും അങ്ങനെ മിണ്ടാതെ, പിന്നെ കുടുംബം നോക്കാതെ, തീരെ നമ്മൾ കുഞ്ഞിനെ പോലും ശ്രദ്ധിക്കാതെ, കുഞ്ഞിനെ എന്താ പറയുക, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ, പണ്ടേ നോക്കൂല, എന്നാലും കുഞ്ഞിനോടുള്ളൊരു കൊഞ്ചിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും കാര്യങ്ങളൊക്കെ ആയി. എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരിതായി. എന്നിട്ട് പിന്നെ ഞാനിതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെ കുറേ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഇപ്പോൾ ഈ ആരോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, പോയാൽ എവിടം വരെ പോകും എന്നൊക്കെ ചോദിച്ചു എന്നോട്. നമുക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നെ അങ്ങനെ കുറേ അടിച്ചമർത്തി വെച്ചു. പിന്നെ എനിക്ക് സങ്കടം വന്ന് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, നമുക്കിതൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ആരോട് പറയാനൊന്നും നിന്നില്ല. എന്നിട്ട് ഈ വ്യക്തി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനിത് എല്ലാവരോടും പറയുമെന്ന് വിചാരിച്ചിട്ട് ഈ വ്യക്തി വർക്ക് ചെയ്ത സ്ഥലത്ത് എന്നെ ഒരു സംശയരോഗിയാക്കിയിട്ട് ചിത്രീകരിച്ചു. കൂടെ വർക്ക് ചെയ്യണവരിടയിലും എല്ലാവരുടെ ഇടയിലും. അപ്പോൾ ഈ വ്യക്തിക്ക് അറിയണമെങ്കിൽ ഒരു ദിവസം ഞാനിത് പറയുന്നുള്ളത്, കാരണം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം അതിലുണ്ടായിരുന്ന ഞാനിപ്പോൾ ഈ കണ്ട കാര്യങ്ങളിൽ നിന്ന് ഒരാൾ അവിടെ ജോലി ചെയ്ത ആൾ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ എന്നിട്ട് ഒരുപാട് പ്രശ്നമായി. സമയത്ത് പുറത്തൊക്കെ ഇങ്ങനെ ഞാനാണ്, അതായത് എനിക്കാണ് അങ്ങനെ ഒരു അഫെയർ ഉള്ളതെന്നുള്ള രീതിയിൽ നമ്മൾ വരുത്തി തീർക്കുമല്ലോ, അതായത് അവനവൻ തെറ്റ് ചെയ്തിട്ട് നമ്മളെ മേത്തേക്ക് വരുത്തി തീർക്കുമല്ലോ, അങ്ങനെ വരുത്തി തീർത്തു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ യൂട്യൂബിലും മറ്റേ ക്രോമിലെ കാര്യങ്ങളിലൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്താ പറയുക, അതിന് പറയുക, ഇങ്ങനെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്യുമല്ലോ വാട്സപ്പ് ചാറ്റിങ്ങൊക്കെ, എൻ്റെ ഫോണിൽ എൻ്റെ ക്രോമിൽ കാണുന്ന പോലെ ആക്കി. വാട്സപ്പ് ചാറ്റിങ് കാര്യങ്ങൾ എല്ലാം, വീഡിയോ കോൾസ് എല്ലാം കാണാം, കോളും അതുപോലെ ആക്കി. അതായത് ഈ വ്യക്തിക്ക് വരുന്ന കോളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്ത്, ഈ വ്യക്തി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ മൊത്തം എനിക്ക് കേൾക്കാം, എൻ്റെ ഫോണിൽ അത് റെക്കോർഡാവും. അങ്ങനെ ചെയ്തു. അതിനുശേഷം എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കതൊന്നും ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ഓർമ്മയില്ല കേട്ടോ. കുറേ പേരിനോട് ചോദിച്ചിരുന്നതൊക്കെ എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്തു. വാട്സപ്പ് ചാറ്റിങ്, അതേപോലെ തന്നെ കോൾ റെക്കോർഡ്സ് കാര്യങ്ങൾ, അതുപോലെ ഞാൻ എന്ത് കണ്ടാലും സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എൻ്റെ ഫോണിലേക്ക് മാറ്റും. പിന്നെ എൻ്റെ റൂമിൽ ഈ എന്തായാലും പറയും മുകളിലത്തെ ഷോക്കേസില്ലേ, ഷോക്കേസിൻ്റെ അവിടെ ഫോൺ ഇങ്ങനെ വീഡിയോ ഓണാക്കി വെക്കും. അപ്പോൾ അതിൽ ഓഡിയോ എല്ലാം കാണുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ നിൽക്കും, എന്നെ ഉപദ്രവിക്കുന്നത്, എന്നോട് പറയണതൊക്കെ. പിന്നെ ഇവരെ വീട്ടുകാർ സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു വെച്ചു. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം ഈ വ്യക്തി ചെയ്തൊരു കാര്യം നമ്മളെ മേടിക്ക് നമ്മളാണെന്നുള്ള രീതിയിൽ ആക്കിയപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി, എന്നെ ഇനി രക്ഷിക്കാൻ ഇവരെ അമ്മയ്ക്കും അച്ഛനും മാത്രമേ കഴിയുള്ളൂ. കാരണം അപ്പോൾ അമ്മയും അച്ഛനും പറയുന്നത് മക്കൾ കേൾക്കുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എന്താ പറയുക, അവർക്കും 2 പെൺമക്കളുണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഇവരെ അമ്മേനോടും അച്ഛനോടും ഒരു ദിവസം ചെന്ന് പറയാൻ വേണ്ടി ചെന്നു. അന്നൊരു വൈകുന്നേരം. അന്ന് ഇവരെ വീട്ടിൽ അച്ഛനും ഉണ്ട്, ഈ എക്സ് ഹസ്ബൻഡ് അച്ഛൻ, അമ്മ, 2 അനിയത്തിമാർ. അനിയന്മാരിൽ മൂത്തതുണ്ടോ എന്ന് എനിക്കറിയില്ല, രണ്ടാമത്തതുണ്ട്. മൂത്താണ് ഞാൻ എൻ്റെ കൂടെ പഠിച്ചതാണ്.
രണ്ടാമത്തെ അനിയനുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ എക്സ് ഹസ്ബൻഡ് അമ്മേൻ്റെ തലയിലൊക്കെ എടുത്തോട്ട് സത്യം വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരു അക്ഷരം പോലും ആ മകനോട് പറഞ്ഞില്ല, അറിയോ. എന്നിട്ട് ഇവരെ അച്ഛൻ, എക്സ് ഹസ്ബൻഡിൻ്റെ അച്ഛൻ എന്നോട് പറയാം, ഓള് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ, എന്നോട് കിടന്ന് ദേഷ്യപ്പെടുക, ഈയാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്നോട് പറയും മകൻ സമ്മതിക്കുന്നുണ്ട്, മകൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് മകൻ ഇവിടെ സമ്മതിച്ചു, ഇവരെ മുന്നിൽ സമ്മതിച്ചു. എന്നിട്ട് ഇവരെ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുക. അച്ഛനെ കണ്ട അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മൾ പറയുപോലില്ല അങ്ങനെ നമ്മളോട് പെരുമാറി എന്നുള്ളത്. എന്നിട്ട് എന്നോട് നീ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ, എക്സ് ഹസ്ബൻഡിനോട് പറയുക, എൻ്റെ മുമ്പ് തന്നെ പറയുക, ഓൾ എവിടം വരെ പോവും, ഓളെ വീട്ടിൽ പോയി ഓൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, ഓൾക്ക് എവിടെയും കയറി ചെല്ലാനൊരു ഇടമല്ലായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് വേദനയായി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവിടുന്ന് പിന്നെയും എൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞ് വെച്ച് ഒരു കുട്ടിയുള്ളതല്ലേ ഈ ക്ഷമിക്കെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് തന്നെ വന്നു. ഇവരുടെ വീട്ടിലേക്ക് തന്നെ വന്ന് കഴിഞ്ഞാൽ ശേഷം ഇന്നൊരു പുച്ഛം ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ ഓനും കൂടി ഓളെ വേണ്ട, എന്നിട്ട് ഓൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ തൂങ്ങി കടിച്ച് നിൽക്കുകയാണെന്നുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒന്നും ഞാൻ ഇപ്പോൾ പറയണില്ല. അങ്ങനെ കുറേ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ പകുതി കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ വന്ന് ഞാനെന്തോ നമ്മളിങ്ങനെ ആയല്ലോ നമ്മുടെ ലൈഫ് എന്നുള്ള ഒരു ഇതൊക്കെ വന്നു. അങ്ങനെയായി ഞാൻ പിന്നെയും സഹിച്ച് കുഞ്ഞിന് വേണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അപ്പോഴേക്കും മനസ്സിലായി കുഞ്ഞിനെ പോലും ഇയാളെ പ്രയോറിറ്റിയിലില്ല എന്ന് മനസ്സിലായി. കുഞ്ഞിനെ പോലും വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ടും എനിക്ക് പിന്നെ ഇയാളെ മറക്കാനും പറ്റണില്ല. അല്ലെങ്കിൽ ഇയാളെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും ഞാൻ ദിവസം ഞാൻ മറക്കൂല. എനിക്ക് കാല് പിടിച്ച് കരഞ്ഞിട്ടേ എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് വേറൊരു എങ്ങനെ ജീവിക്കണം എന്നറിയില്ല, ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ എന്താ അറിയുമോ, ഇനിയിപ്പോൾ എത്ര വരെ ആയില്ലേ, ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് പോയിട്ട് കാര്യമില്ല. അത് ഈ വ്യക്തിൻ്റെ ഫ്രണ്ട് ഒരു കാളിദാസൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ഒരു ഫ്രണ്ട്. ആ ചേട്ടനോട് ഞാൻ എന്താ പറയുക, ആ ചേട്ടനോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ ആ ചേട്ടന് മെസ്സേജ് അയച്ച് ഇൻസ്റ്റയിൽ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ എല്ലാ ഫ്രണ്ട്സാണ്. അതിൽ ആ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു. പക്ഷേ ആ ചേട്ടൻ മാത്രം എന്നോട് പറഞ്ഞു, ഈ സങ്കടപ്പെടലേ, നിങ്ങൾക്കൊരു കുട്ടിയില്ലേ, ഇത്രയും വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചാലേ, ആ കുട്ടിക്ക് വേണ്ടിയെങ്കിലും ഒരുമിച്ച് ജീവിക്കും നിങ്ങൾ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് എന്നോട് സങ്കടപ്പെടലേ, എനിക്കെൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. നല്ല മനസ്സുള്ളൊരു വ്യക്തി കേട്ടോ. ഞാൻ അവനോട് വേണമെങ്കിൽ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഒരാളെങ്കിലും ഒരാൾ നമ്മളെ മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ആ ചേട്ടനെ ഞാൻ ഒരിക്കലും മറക്കൂല. അങ്ങനെ പറഞ്ഞ് കാരണം എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയുടെ കൂടെ എപ്പോഴും ഒരു ഫ്രണ്ട് ഉണ്ട്. ഇത് ചിലപ്പോൾ എന്നെ അറിയുന്നവരിത് കാണുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ വ്യക്തി ഒന്നും ഇങ്ങനെ പറയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, നീ എക്സ് ഹസ്ബൻഡിന് സപ്പോർട്ടായിട്ടാണ് വന്നത്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, അവർക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പെങ്ങന്മാരും അല്ല, എന്നിട്ട് നമ്മളെങ്ങനെ ഇതാക്കുമ്പോൾ എത്ര വേദന ഉണ്ടാവും എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. പിന്നെ ഞാൻ ഈ പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ അറിയിച്ചു, ഹസ്ബൻഡിനെ അറിയിച്ചു. അങ്ങനെ ഹസ്ബൻഡ് വന്നു, അങ്ങനെ പ്രശ്നങ്ങളായി. ഞങ്ങളവിടുത്തെ ചാലിയാർ പുഴേൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു പ്രശ്നമൊക്കെ നടന്നത്. അങ്ങനെ നടന്ന സമയത്ത് എൻ്റെ എക്സ് ഹസ്ബൻഡ് പറഞ്ഞത് അവരുടെ അമ്മ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് മാനസികമാണെന്ന് ഈ അഫെയർ ഉണ്ടായിരുന്ന പെണ്ണിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കത് അറിയില്ല കേട്ടോ. അങ്ങനെ കുറേ എനിക്ക് മാനസികമാണ്, എനിക്ക് അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ട് നിൽക്കുകയാണെന്നും ഞാനത് ഡോക്ടറെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാണ് എക്സ് ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കുറേ ഇതായി, അങ്ങനെ പ്രശ്നങ്ങളായി. ഇന്നെങ്ങനെ ഒരു സംശയരോഗിയായി, എന്നെക്കുറിച്ച് എന്തൊക്കെ വോയിസ് ആയിട്ട് പലർക്കും അയച്ചു കൊടുത്തു, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നെഞ്ച് പൊട്ടിപ്പോയി. അങ്ങനെയായി ലാസ്റ്റ് ഈ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഉണ്ടല്ലോ, നിലമ്പൂർ തന്നെ ഉണ്ടായിരുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിലുള്ളവരൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി. അവർ പലതും കാണാൻ തുടങ്ങി, അവർ പല കാര്യങ്ങളും എന്നോട് പറയാൻ തുടങ്ങി. അവർ പറഞ്ഞു ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല പറഞ്ഞു. ഞാൻ എനിക്ക് അതിൽ പരാതിയൊന്നുമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ഫോണിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണിനെ അവിടെയുള്ള ആൾക്കാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വേറെ ആരുടെ ജീവിതത്തിൽ കയറി കളിച്ചാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഓൻ ജീവിതത്തിൽ കളിക്കേണ്ടിയിരുന്നില്ല. ആ പെൺകുട്ടി ഒരു പാവാണ്, ഓൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം, എനിക്കൊന്നും അറിയില്ല, ഓൻ ഇവിടെ വരെ എത്തിച്ചത് ആ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ച്. പക്ഷേ ഈ പെണ്ണ് സമ്മതിച്ച് എക്സ് ഹസ്ബൻഡിനും അവർക്ക് പിന്നെ അവരുടെ ഇതിന് തുടങ്ങിയാൽ മതിയല്ല. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്തു കേട്ടോ, എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാൻ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഈ വ്യക്തി അവിടെ അല്ല, വീട്ടിലല്ല. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടെയാണ്, സത്യം പറഞ്ഞു നിങ്ങൾ എവിടെ ഇപ്പോൾ ഇരിക്കുകയാണ്, ഇപ്പോൾ ഉള്ളത് നിങ്ങൾ എവിടെ ചോദിച്ചു. അപ്പോൾ പറയാം മഞ്ചേരിയിലാണ്. മഞ്ചേരിയിൽ ഏതോ ഒരു പെണ്ണുണ്ട് കൂടെ, ആ പെണ്ണിൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വന്നതാണ്, ഈ അഫെയറിലുള്ള പെണ്ണന്നെ. ഞാൻ അന്തം വിട്ടേ, അപ്പോൾ സ്വന്തം ഭാര്യയെ എന്നോട് പറയുക. എന്നിട്ട് അന്ന് അവരവിടെ പോയത് ഏതോ ഒരു ബസ് കണ്ടക്ടറോ ബസ് ഡ്രൈവറൊക്കെ കണ്ട് ഈ സ്ത്രീയുടെ ഹസ്ബൻഡിനെയൊക്കെ അറിയിച്ച് അതാകെ പ്രശ്നമായി. അമ്മായിപ്പം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ് ഹസ്ബൻഡിനെ. അങ്ങനെ പ്രശ്നങ്ങൾ കുറേ ഇതായി.
അത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഇങ്ങനെ ഞാൻ എന്താ പറയുക, ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാമല്ലോ, നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വയറിൽ സ്ട്രെച്ച് മാർക്ക് വരും. അതിനെ ചൊല്ലിങ്ങണ്ടൊക്കെ എന്നെ കുറേ താഴ്ത്തി കെട്ടി എന്നെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കണില്ല അവരെ കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറുന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. എൻ്റെ വയറിന് അങ്ങനെ ഒരുപാട് ഇതിൽ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്താ ഞാൻ പറയാം, ഞാൻ പറയണില്ല. അങ്ങനെ എനിക്ക് അത്രയ്ക്കും വേദന എടുത്തിട്ടുണ്ട്. ഈ സ്ത്രീ ലോകം കണ്ടതാണ്, എന്നെ പോലെയല്ല, എന്താ അവർക്ക് സംസാരിക്കാൻ അറിയാം, അങ്ങനെ എന്നെയും കുറേ താരതമ്യം ചെയ്ത് അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ പക്ഷേ ഒരു മാതിരി എന്നെ നമ്മൾ ഇതാക്കുമല്ലോ, അങ്ങനെ ആക്കി എന്നെ കുറേ ഉപദ്രവിക്കുക. ആ പെണ്ണ് എന്നെ കുറേ വിളിച്ച് വഴക്ക് പറയും, ഞാൻ അതിനെ വിളിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടന്നു. ലാസ്റ്റ് ഞാൻ വിചാരിച്ചാൽ എങ്ങനെയും എന്നെ ഉപദ്രവിക്കുന്ന വേണ്ടാത്ത ഒരാളും കൂടെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ഡിവോഴ്സ് ആവാമെന്ന് വിചാരിച്ച് കേസായി. ഞാൻ എല്ലാ തെളിവും കാര്യങ്ങളൊക്കെ കോടതിയിൽ ഹാജരാക്കി. പിന്നെ എനിക്ക് മാനസിക രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതില്ല എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഹാജരാക്കി. എല്ലാം ഞാൻ ഹാജരാക്കി കോടതിയിൽ. എന്നോട് പറഞ്ഞു നഷ്ടപരിഹാരം തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കോടതി ഉത്തരവ് പ്രകാരം. പക്ഷേ കേസായിട്ട് മുന്നോട്ട് പോകണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത്രയും ജീവിതത്തിൽ സ്നേഹിച്ചൊരു വ്യക്തിയാണ്, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോടതിയിൽ നിന്ന് അന്ന് ഇറങ്ങുക കേട്ടോ. അന്ന് ഇറങ്ങണ ദിവസം അത് നമുക്ക് 2 ഇതുണ്ടാവുമല്ലോ. അല്ല ഫസ്റ്റത്തേൻ്റെ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ വ്യക്തിനോട് പറഞ്ഞു എന്നെ ഒരു ദിവസം ഇറക്കി വിട്ടത് ഓർമ്മയുണ്ടോ, നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെല്ലാം എന്നെ ഇറക്കി വിട്ടത് ഓർമ്മയുണ്ടോ ചോദിച്ചു. അന്ന് ഞാൻ തെരുവിലായിരുന്നു നിന്നത്. അന്ന് ഞാൻ വിചാരിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നാലോ, അല്ലെങ്കിൽ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ പോയി കിടന്നാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ദൈവത്തിൻ്റെ ഒരു കരുണ പോലെ ശ്രീജിത ചേച്ചി പറയാം എൻ്റെ കൂടെ വർക്ക് ചെയ്ത്, ആ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ പോയില്ല, എൻ്റെ വീട്ടിലും കൂടിയും പോയില്ല. ആ ചേച്ചിയുടെ വീട്ടിലാണ് 2 ദിവസം നിന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ മനസ്സിൽ കരുതിയതാണ്, ഞാൻ സ്നേഹിച്ചത് എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കാത്ത ഒരാൾക്കാണ് ഞാൻ കൊടുത്തതെന്ന് എനിക്ക് അന്ന് മനസ്സിലായതാണ് പറഞ്ഞു. അതിൽ ഈ വ്യക്തി എന്നോടൊന്നും അതൊരു പുച്ഛം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇതുണ്ടാവില്ല, ഏറ്റവും അവസാനത്തെ ദിവസം നമ്മൾ കോടതിയിൽ നിന്ന് ഇറങ്ങാം. ദിവസം ഞാൻ പെരും കരഞ്ഞങ്ങാണ്ട് ഞാൻ ഇറങ്ങാം. അപ്പോൾ അതിലെൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കോൾ വിളിച്ചുകൊണ്ട് അയ്യോ ഓക്കെ അല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് പോയി നിൻ്റെ കൂടെ നിൽക്കാമെന്നൊക്കെ കോൾ പറയുന്നുണ്ട് കേട്ടോ. അതിൽ പറഞ്ഞുകൊണ്ട സമയത്ത് ഇവൻ്റെ ബേക്ക് കൂടെ വന്നിട്ട് ഈ ആകെ മാറിയല്ലോ, ഈ തടിച്ചല്ലോ, എന്നിട്ട് ബേക്ക് കൂടെ വന്നിട്ട് എന്നോട് അറിയാം എന്തായാലും എൻ്റെ വീട്ടുകാരും വന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്നും ആരും വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് കൂടെ എവിടെയെങ്കിലും റൂം എടുത്താലോ എന്ന്. ഞാനിങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്നുള്ളൊരു പരിഗണനയിൽ എനിക്ക് തരണം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇതൊക്കെ കോൾ കൂടെ കോൾ തന്നെ അന്തം വിട്ടു. അത് അന്നിൻ്റെ വീട്ടുകാരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവസാനത്തത് ഇതാണെന്നുള്ളത്. കാരണം എനിക്ക് ഞാൻ ആരോട് പറയുന്നത് ഒറ്റയ്ക്ക് പോയി. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാന്നുള്ള രീതിയിൽ പോയതാണ്, ആരോടും പറയാതെ. അങ്ങനെ ഞാൻ സൂസൈഡ് ചെയ്തു. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ റിക്കവറി ചെയ്ത് വന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇപ്പം 6 മാസം വരെ എടുത്ത് നിർത്തണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ കോടതി ഉത്തരവ് വരാതെ. അപ്പോൾ ആ വരുന്ന വരെ ഇവരുടെ തന്നെ നിർത്തിക്കണം. കോടതി ഉത്തരവ് വന്ന് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതായത് മാസത്തിലെ എല്ലാ മാസം ഒരു ഡേറ്റിന് മലപ്പുറം കോടതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ചിലവിനുള്ള തുകയും ഗോൾഡിൻ്റെ ക്യാഷൊക്കെ അന്ന് തരണം എന്നാണ് കോടതി ഉത്തരവ് പ്രകാരം. ഇവർക്ക് ഇത് അറിയുകയൊക്കെ ചെയ്യും. പിന്നെ ഇവരെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 18,000 രൂപയും തരണം എന്നുള്ളതുണ്ട് കോടതി ഉത്തരവ്. അതൊന്നും തരണമെന്നൊന്നുമില്ല, ചെറിയ കാര്യങ്ങളൊന്നുമില്ല. ഏതോ ഒരു മാസം ആ ഫസ്റ്റ് നമ്മൾ ഡിവോഴ്സ് ആയ ആ മാസം മാത്രം പൈസ എന്തോ ബാങ്ക് ട്രാൻസ്ഫർ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്താ പറയുക എൻ്റെ കുഞ്ഞിനെ അപ്പോൾ ഡിവോഴ്സ് ആയി എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇവരെ മൂത്ത അനിയൻ, അതായത് ഫസ്റ്റത്തെ അനിയൻ്റെ കൂടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് നമ്മളോട് ചോദിക്കാൻ പറയുന്നില്ല. ഇവർ ചിന്തിക്കണം ഡിവോഴ്സ് ആയ 2 വ്യക്തികളാണ്, കോടതി ഉത്തരവ് ഇങ്ങനെയാണെന്നൊന്നുമില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുക, എൻ്റെ അമ്മയുടെ തുണിയൊക്കെ എൻ്റെ കുഞ്ഞിനെ പോയി എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൊണ്ടുപോവുക. അപ്പോൾ അയൽവക്കത്തുള്ളവർക്ക് ഇത് കാണാം. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചത് എന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അമ്മാവും. പിന്നെയും ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഒരു ദിവസം ഇവരെല്ലാവരും പാടെ എൻ്റെ അമ്മ കൊച്ചിനെ അങ്ങോട്ട് കൊടുത്തയക്കുകയൊക്കെ ചെയ്തിരുന്നു. കൊടുത്തയച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് കൊടുക്കണില്ല, അങ്ങനെ പ്രശ്നങ്ങളായി. അപ്പോഴും ഞാൻ എല്ലാം സഹിച്ച് നിന്ന്. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അങ്ങനെ ഇഷ്യൂസായി. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എത്ര വട്ടം എൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് പറഞ്ഞു. കാരണം പോലീസുകാർക്ക് കണ്ടും അടുത്ത് പരിചയമായി. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അവരെ വീട്ടിൽ നിന്ന് എല്ലാവരും ഞാൻ മയൂരിയിൽ വർക്ക് ചെയ്യുന്നു, ട്രിവാൻഡ്രത്ത്. എനിക്ക് ലോണ് കാര്യങ്ങളൊക്കെ എൻ്റെ പേരിലെടുത്തിട്ട് അടയ്ക്കാൻ നമുക്കൊരു ജോലി വേണം, അത്യാവശ്യം സാലറി ഇല്ല. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അതിന് കുഞ്ഞിനെ അമ്മ നോക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഇവർ ഓട്ടോറിക്ഷയിൽ എല്ലാവരും പാടെ വന്ന്, അതായത് ഈ വ്യക്തി
ഈ വ്യക്തി എല്ലാവരും ഇവിടെ വന്നിട്ട് ആകപ്പാടെ പ്രശ്നമായി. അതിൽ എന്താ പറയുക, ഈ വ്യക്തിൻ്റെ അമ്മേനെ അടിക്കാനൊക്കെ വന്നു. അതൊക്കെ അതിലൊക്കെ ഞങ്ങളെ എന്താ പറയുക വീടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അതിൽ ഈ വ്യക്തിൻ്റെ അമ്മേനെ അടിക്കാനൊക്കെ വന്നപ്പോൾ ഈ വ്യക്തിൻ്റെ എൻ്റെ കൂടെ പഠിച്ച അനിയനുണ്ടായിരുന്നു. അവൻ പറയാം ആ ഗ്രില്ല് അങ്ങോട്ട് ചവിട്ടി പൊളിച്ച് കയറുകയാണ്. കാരണം അവനെ ആരാന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അനിയനാണ് പറഞ്ഞു. അവനോടൊന്നും ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാനൊക്കെ എൻ്റെ സ്വന്തം അനിയനെ പോലെ ഞാൻ കരുതിയതാണ്. അറിയോ, അമ്മയായാലും അച്ഛനായാലും 2 അനിയന്മാരെയും അനിയത്തിമാരെ അത്രയ്ക്കധികം ഞാൻ സ്നേഹിച്ച 2 കുടുംബമാണത്. അവർ ചിന്തിക്കണ്ടേ, അവരെ പെങ്ങൾക്ക് നാളെ ഈ ഒരവസ്ഥ വന്നാൽ, അവരെ മകൾക്ക് നാളെ ഒരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് അവർക്ക് മനസ്സിലാവൂലേ. അവർക്ക് എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല. എന്നിട്ട് അന്ന് എൻ്റെ അനിയത്തി എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അനിയത്തി ലീവിൽ വന്നുകൊണ്ട് വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡാക്കി വെച്ച് എല്ലാം ഉണ്ട്. അത് ഞാൻ കേസിനൊന്നിനും പോയില്ല, പോട്ടെ വിചാരിച്ച്. പിന്നെ ഈ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാനാവുന്ന സമയത്ത് അതുപോലെ ആധാർ വേണമായിരുന്നു. അപ്പോൾ ആധാർ ഇവൻ്റെ കയ്യിലാണ്, എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ. ആധാർ ചോദിച്ച് തരുന്നേയില്ല. പിന്നെ കോടതി ഉത്തരവ് പ്രകാരം എൻ്റെ പേരിൽ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇവരെ വീട്ടിലുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊണ്ടുവരാം. അപ്പം അതൊന്നും തരുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ ആധാർ വാങ്ങാൻ വേണ്ടി ഇവൻ്റെ വീട്ടിലേക്ക് ചെന്ന് അങ്ങനെ ആകെപ്പാടെ പ്രശ്നമായ സമയത്ത് ഇതിന് മുന്നേ ഇതുപോലെ എൻ്റെ ബാങ്കിൻ്റെ SBIൻ്റെ പാസ്ബുക്കും കാര്യങ്ങളൊക്കെ ഇവൻ്റെ അഡ്രസ്സിലേക്കാണ് വന്നത്. ഇവരുടെ അഡ്രസ്സാണല്ലോ. എന്നിട്ട് അത് തെരിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം എടുത്ത് തന്ന് ഞാൻ ചെന്ന് എന്നും ഓരോരോ പ്രശ്നങ്ങൾ. നമ്മൾ ഡിവോഴ്സ് ആയാലും മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കണില്ല. അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, പ്രശ്നമൊക്കെ ആയി. അപ്പോൾ ഇവനെ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിനെ എനിക്കിതിന് മുന്നേ തന്നെ അറിയാം. അപ്പോൾ ഈ ചേച്ചിയോട് ഞാൻ ആദ്യം തന്നെ വാട്സപ്പിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ്റെ വീട്ടുകാരൊക്കെ സ്വഭാവം. അല്ലെങ്കിൽ ഞാൻ ഇവനോടും പറഞ്ഞു കല്യാണം എന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയില്ലേ, ആ കുഞ്ഞിനത് ബാധിക്കും, കുഞ്ഞിൻ്റെ മാനസികാവസ്ഥേനെ അത് ബാധിക്കും. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയില്ലേ, ഇപ്പോൾ അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കാര്യങ്ങൾ കഴിഞ്ഞു പോയിക്കോട്ടെ, പക്ഷേ കുഞ്ഞ് കാണുമ്പോൾ അവൻ്റെ അച്ഛൻ എന്നുള്ളൊരിതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കണം. അതൊന്നും ഒരു ഇതുമില്ല. ഈ ചേച്ചീനോട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ വ്യക്തമായി ഞാൻ പറഞ്ഞു കൊടുത്തതായിരുന്നു. ഇങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ ഈ ചേച്ചി അന്ന് എന്നോട് കുറേ സംസാരിച്ച് അന്ന് വരെ രണ്ടാമത്തെ അനിയത്തി, ഈ അനിയത്തിനോട് എനിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നേ. കാരണം എൻ്റെ കുഞ്ഞിനെ കുറച്ചതാണെങ്കിലും അവൾ നോക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അനിയത്തിയൊക്കെ എന്നെ അന്ന് അത്രയ്ക്കും രീതിയിലായിരുന്നു സംസാരിച്ചത്. ഞാൻ അങ്ങനെ വിചാരിച്ചു അവളെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവൾ വേറൊരു ചെറുക്കനെ അങ്ങനെ കുറേ ഇതുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ആരോടും ഒന്നും ഒന്നിനും നിന്നിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ. അപ്പോഴും ഞാൻ ചിന്തിച്ചു എൻ്റെ അനിയത്തി എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. എന്നാൽ അവർ ചിന്തിക്കണ്ടേ, അവർ നാളെ ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും അവർ ചിന്തിച്ചില്ല. അവരാരും അത് ചിന്തിക്കുന്നില്ല. അങ്ങനെ എന്നെ അവിടുന്ന് ആ അനിയത്തിയൊക്കെ എന്നെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ വേദനയായി. കാരണം അവളൊരു പെൺകുട്ടിയാണല്ലോ എന്ന് എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചി, അതായത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ, അവരൊക്കെ എന്നെ കുറേ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വാക്കുകൾ കൊണ്ട്. അല്ല എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവർ കുറേ വീഡിയോ എടുത്തു, ഞാൻ കുറേ വീഡിയോ എടുത്തു. അങ്ങനെ ഇതായി പോലീസ് സ്റ്റേഷൻ പറഞ്ഞു നിങ്ങൾ അവരെ വീട്ടിലും പോയി വഴക്കുണ്ടാക്കുക, ഇവരെ നിർത്തിക്കൂടെ, ഈ ഒരു കുഞ്ഞിനെ വെച്ചിട്ടാണല്ലോ ഇങ്ങനെ കളിക്കുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ മയൂരിയിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഈ നിലമ്പൂരുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എക്സ് ഹസ്ബൻഡായ വ്യക്തി അവിടെ നിന്ന് എന്തൊക്കെയോ മോഷ്ടിച്ചിട്ടുണ്ട്, അപ്പോൾ നിനക്ക് തരാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീ ഇങ്ങനെ ക്യാഷ് ചോദിച്ച് ശല്യപ്പെടുത്തി അവിടെ നിനക്ക് തരാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ഞാൻ അവരോടൊക്കെ ഞാൻ അപ്പം തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ നീ ഇപ്പം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഗൂഗിൾ പേ സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എൻ്റെ സാലറി അക്കൗണ്ടും അല്ലാത്ത നോർമൽ അക്കൗണ്ട് എല്ലാം ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് എനിക്കൊന്നും അയച്ചു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് എന്തിനാ അവിടെ എൻ്റെ പേര് പറയണേ. ഞാനപ്പോൾ അതാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ആ സമയത്ത് ഞങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കുറേ ആയി, എന്നിട്ടും നമ്മളെ വെറുതെ വിടാതെ പിന്തുടരുക. ആ സമയത്ത് പിന്നെ അവർ പറഞ്ഞു അവൻ്റെ 2 അനിയത്തിമാരെ കേസാക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവന് പേടിയാണ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ 2 അനിയത്തിമാരിൽ ആരോ ഒരാളെ പേരിൽ ബജാജ് ആക്കി പറഞ്ഞു. കാരണം ബജാജ് ഫിനാൻസ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് കമ്പനിക്ക് കിട്ടും ചെയ്യും, പിന്നെ ഫിനാൻസ് ബജാജ് നമ്മൾ അടച്ചു കൊടുക്കും വേണം. അങ്ങനെ ആക്കിയിട്ടുണ്ട് പറഞ്ഞു, അനിയത്തിൻ്റെ പേരിക്ക് ആക്കിയിട്ടുണ്ട് പറഞ്ഞു. ഞാനപ്പം എന്താ പറയുക, നമ്മളിതെല്ലാം കഴിഞ്ഞ് പോന്നിട്ട് പിന്നെയും നമ്മളെ കുറ്റാക്കാൻ ശ്രമിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. എന്നിട്ട് അവിടുന്ന് ആ ജോലി പോയി. അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ 30-ാം തീയതിയും കൂടി അവനോട് നിർത്തുള്ളൂ, കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ എനിക്ക് ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിലൊരു മനസ്സമാധാനമല്ലല്ലോ. അപ്പോൾ എനിക്ക് ആ പാടങ്ങട്ടൊരു മടുപ്പാവുക, വേദന ഒരുമാതിരി ഇടങ്ങാറ്. പിന്നെയും നമുക്കൊരു സ്വസ്ഥത തരുന്നില്ല പറഞ്ഞാൽ
ഞാൻ അറിയുന്നുണ്ട്, നാടുകളിലൊക്കെ അല്ലെ നാട്ടിലൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ അതിനൊന്നിനും പ്രതികരിക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. എനിക്കൊരു മനസ്സമാധാനം സന്തോഷം വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോണിൻ്റെ ആൾക്കാരൊക്കെ എന്നെ അവിടേക്ക് വിളിക്കാണ്ട് അവിടുത്തെ മാനേജറിനോട് പറഞ്ഞു ജോലി പോകുമെന്നൊക്കെ പറഞ്ഞു. കാരണം അങ്ങനെ പ്രശ്നമായിരുന്നു. എന്നിട്ടും ഞാനും ദൈവത്തിൻ്റെ ഒരു കാരണം ആ ജോലിയിൽ നിന്ന് കുറേ ലോണും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ വ്യക്തി മരിച്ചു എന്നങ്ങോട്ട് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനൊന്നും ജീവിച്ച് ഞാൻ സ്വന്തമായിട്ടൊരു വാടക വീട്ടിലേക്ക് മാറി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ കുഞ്ഞ് LKG ആയപ്പോഴത്തേക്കും അവനെ നോക്കണമല്ലോ എന്ന് ചോദിച്ച് ഞാൻ പിന്നെ വാടക വീട്ടിലേക്ക് മാറി. ഞാൻ സേവിങ്സ് ആയിട്ട് അന്ന് അത്രയും നാൾ എടുത്ത് വെച്ചിരുന്ന ക്യാഷ് കൊണ്ടൊക്കെ എല്ലാം ചെയ്ത് മാറി. അന്ന് ഒന്ന് ഓർക്കണം, അന്നത്തെ ആ ദിവസം ഇപ്പം എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായി ആ ചേച്ചി എന്നെ വിളിച്ച്, അവരൊക്കെ ഫോൺ നമ്പർ ബ്ലോക്കാണ്. എന്നിട്ട് വേറൊരു നമ്പറിൽ നിന്ന് ബ്ലോക്ക് ആയാലും നമുക്ക് ആ കോൾ ഇവർ വിളിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. വേറൊരു നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത് ആ ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കിവിടെ കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷെ അത് മോശമാണ്, അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാത്ത. ആ ചേച്ചി ഞാൻ അനുഭവിച്ച അതേ ലെവല് അതിൽ ആ ചേച്ചി അച്ഛനെക്കുറിച്ച്, അവരുടെ അച്ഛനെക്കുറിച്ച്, അമ്മേനെക്കുറിച്ച്, പെങ്ങന്മാരെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ആ ചേച്ചി പറഞ്ഞു ഇവിടെയും വന്നിട്ട് എന്നെക്കൊണ്ട് കുറേ ലോൺ എടുപ്പിച്ചു, എന്നിട്ട് ആ ചേച്ചീൻ്റെ വീട്ടുകാരാണ് ആ ചേച്ചീനെ ഇപ്പം നോക്കുന്നതും കാര്യങ്ങളും. നീ അന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല, അന്ന് അവരൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞ കഥകളാണ് ഞാൻ വിശ്വസിച്ചത്, ഇപ്പം എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി എന്ന് പറഞ്ഞാൽ ആ ചേച്ചി എന്നെ വിളിച്ചു. ഒരുപാട് നേരം സംസാരിച്ചു. അന്നാണെങ്കിൽ ഞാൻ വാടക വീട്ടിലേക്ക് മാറുന്ന ദിവസമാണ്, ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, നമ്മൾ പാലുകാച്ചിലൊക്കെ ആയിട്ട്. അന്ന് എൻ്റെ അമ്മയ്ക്കുണ്ട് എൻ്റെ അടുത്ത്. അമ്മയ്ക്ക് എന്നെ ഭയങ്കര വഴക്ക് പറയും, നീ എന്തിനാ അവളോടൊക്കെ സംസാരിക്കാൻ നിൽക്കണം, അവളൊക്കെ നിന്നെ അങ്ങനെ ഉപദ്രവിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ വഴക്ക് പറയും. പക്ഷെ എന്നാലും ഞാൻ സംസാരിച്ചു. കാരണം എന്താ വെച്ചാൽ ആ ചേച്ചിയും പ്രഗ്നൻ്റ് ആയി നിൽക്കുക. എൻ്റെ അതേ അവസ്ഥ തന്നെ ആ ചേച്ചിക്കും. ആ ചേച്ചിയുടെ വീട് പത്തനംതിട്ടയിലാണ്. ആ ചേച്ചി ആദ്യം ഒരു കല്യാണം കഴിച്ച ആ ചേച്ചിക്ക് അതിലൊരു മകളും ഉണ്ട്. അപ്പം രണ്ടാമതും ഇങ്ങനെ ഒരു അവസ്ഥയാകുമ്പോൾ ആ ചേച്ചീൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കുക, നമുക്കൊരു പാവം തോന്നുമല്ലോ. ആ ചേച്ചിനോട് ചേച്ചി സാരല്ല, അതൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ചേച്ചിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ആ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ഒന്നില്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒത്തുതീർപ്പാക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം മനസ്സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക എന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ ചേച്ചിക്ക് വരാതെക്കട്ടെയാണ്. പക്ഷേ ചേച്ചിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ എന്നെപ്പോലെ അത്രയ്ക്കും പൊട്ടത്തിയല്ല തോന്നുന്നത്, മനുഷ്യരെ വിശ്വസിക്കണേ. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആ ചേച്ചിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി, എല്ലാവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് ആ ചേച്ചി പെട്ടെന്ന് ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ചേച്ചി വിളിച്ചപ്പോൾ ആ ചേച്ചി ഞാനും തമ്മിൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ആ ചേച്ചീൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് എനിക്ക് കാണാം, ചേച്ചി എന്നോട് ചാറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ആ ചേച്ചി എന്നിട്ട് അന്ന് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്, നിൻ്റെ അവസ്ഥ എനിക്ക് വരുമോ എന്നുള്ളത് പേടിയാണെന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ചേച്ചി എന്നെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് നല്ല രീതിയിലാട്ടോ സംസാരിച്ചത്. നമുക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ, ഞാൻ അങ്ങനെ രീതി. അതാണ് ആ ചേച്ചിയോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ ഇതൊന്നും വേണ്ട എന്നുള്ളത്. എൻ്റെ സ്വഭാവം എല്ലാം ഞാൻ പറഞ്ഞതാ. അത് കൂടാനിട്ട് ആ ചേച്ചി എന്നെ കുറേ ഉപദ്രവിക്കുകയും ചെയ്തതാണ്. പക്ഷെ ആ ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയായി. പിന്നെ ഇപ്പോൾ ഒരു ഇതുമില്ലാതെ ഞാൻ നല്ല രീതിയിൽ ജീവിച്ച് പോവുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ നോക്കി വളർത്തുന്നതും എല്ലാം. എനിക്കൊരു വാശിയുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ജീവിക്കണം എന്ന് എനിക്ക് ഭയങ്കര കൊതിയുള്ള ഒരാളാണ്. ദൈവം വിളിക്കുമ്പോൾ പോവുക എന്നല്ലാതെ ഞാനിപ്പോഴും ഇങ്ങനെ ജീവനോടെ നിൽക്കാനുള്ള ഒരേ ഒരു കാരണം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മേനോട് എനിക്ക് അത്രയ്ക്കും നന്ദിയുണ്ട്. കാരണം എൻ്റെ വീട്ടുകാർ, അമ്മ മാത്രമല്ല എല്ലാവരോടും, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ എക്സ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നൊന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഒന്നുമില്ല. ഇപ്പോൾ കൂളായിട്ടാണ് പോണത്. പിന്നെ എക്സ് ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ഈ അടുത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഞാൻ വിളിച്ച് പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേസിനായിട്ട് തന്നെ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലവിന് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പ്രശ്നങ്ങളില്ലാതല്ല, ചിലവിന് വരെ കൊച്ചിനെ കാണാൻ വരെ അങ്ങനെയൊന്നുമില്ല. കോടതി ഉത്തരവ് പ്രകാരം അവർക്ക് ചെയ്യാം, പക്ഷെ അവർ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ ഭയങ്കര മാന്യന്മാരായിരിക്കും. അതായത് അവരുടെ സംസാരം എല്ലാം അങ്ങനെയായിരിക്കും, പക്ഷെ അവർ ഉള്ളിൽ അങ്ങനെ ആയിരിക്കില്ല. നമ്മളാണ് ഇതിലൊക്കെ ചെന്ന് പെടുക, അതായത് എന്നെ പോലെയുള്ള ആൾക്കാർ. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞച്ഛനെ കുറിച്ച് ചോദിക്കാറുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ് ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട്, അതായത് ഇപ്പോൾ കല്യാണം കഴിച്ചില്ലേ, ആ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കല്യാണം കഴിയുന്നതിൻ്റെയൊക്കെ മുന്നേ. അപ്പം അന്ന് അവിടെ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഇനി ചിലപ്പോൾ കുഞ്ഞല്ലേ, അവന് പെട്ടെന്ന് ഒരാളെ കണ്ട അമ്മ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാനസികാവസ്ഥയാണോ എന്താണെന്ന് അറിയാം. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, കൊണ്ടുപോയതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഞാനിത് അറിയണത്. എൻ്റെ കുഞ്ഞ് വന്ന് എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് കുഞ്ഞങ്ങനെ അച്ഛനെക്കുറിച്ച് ചോദിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മളെ മോന് പെട്ടെന്ന് ഒരാളപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരാളെ കാണിച്ചിട്ട് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് പറ്റുമോ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആ വ്യക്തി എൻ്റെ കുഞ്ഞുമായിട്ടൊരു ബോണ്ടിങ് വന്നതിന് ശേഷം, അവന് കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അച്ഛാന്ന് വിളിക്കുകയെന്ന് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ എക്സ് ഹസ്ബൻഡിനോട് പറഞ്ഞതായിരുന്നു അന്ന്. പക്ഷെ അവരതൊന്നും കേട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കേട്ടില്ല അത് തന്നെ. പക്ഷെ അതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞിന് അങ്ങനെ ചോദ്യവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ വീട്ടിലും ആ ടോപ്പിക്കും കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. നമ്മൾ അവരൊക്കെ ആ വ്യക്തികൾ അറിയുന്ന ആൾക്കാർ, കുടുംബക്കാർ എല്ലാവരതും ബ്ലോക്കാണ്. ഇൻസ്റ്റയിലും ഒക്കെ ബ്ലോക്കാണ്.
എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യവും വൈരാഗ്യവും കാര്യങ്ങളൊന്നുമില്ല. അവർക്കും നല്ലൊരു ലൈഫ് കിട്ടണം, മനസ്സമാധാനമുള്ള ലൈഫ് ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. പക്ഷേ എന്തോ എനിക്കതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ആരെന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാനിത് പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സ്ഥലങ്ങളടക്കം പറഞ്ഞത്. കാരണം അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ അനുഭവിച്ച പോലെ വേറൊരു സ്ത്രീക്കും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ കേട്ടോ. കാരണം അത്രയ്ക്കും വേദനയാണ് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ.